ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതുവിനോട് എങ്ങനെയും പ്രണയം തുറന്നു പറയാനാണ് ഗോവിന്ദ് നോക്കുന്നത്. അപ്പം ഗോവിന്ദ് വിചാരിച്ച് ഇന്ന് എന്താണേലും പറയണം, ഇന്ന് പറഞ്ഞിട്ട് തന്നെയുള്ളൂ. അതിങ്ങനെ ഗോവിന്ദ് അത് പ്രണയം തുറന്നു പറയാൻ വേണ്ടി പറയാം. അവൾ റൂമിലേക്ക് വരുമ്പോൾ പറഞ്ഞു നോക്കാം. എന്നിട്ട് ഗോവിന്ദ് അവിടെ എല്ലാ റൂമിലെല്ലാം സ്പ്രേ അടിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് വെച്ച് പറയാം, ഗീതുവിനോട് എൻ്റെ പ്രണയം എങ്ങനെ പറയണമെന്ന് ഓർത്തിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞു നോക്കാം. പറയും, ഓ വേണ്ട വേണ്ട, ഇത് വളരെ ബോറാണ്, ഭയങ്കരമായിട്ട് ഇത് ഭയങ്കര ശരിയാവത്തില്ല. എന്നിട്ട് ഗോവിന്ദ് എല്ലാം ഒരു പനിനീർപ്പൂവിൻ്റെ കുറവും കൂടി ഉണ്ട്, എന്നാൽ പിന്നെ ഒരു പ്ലാസ്റ്റിക് പൂ എടുക്കാമെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് ഇങ്ങനെ ഭയങ്കര ട്രയൽ ചെയ്ത് നോക്കലാണ് ഗീതുവിനോട് ഇഷ്ടം തുറന്ന് പറയാന്നുള്ള രീതി. റൂമിലൊക്കെ നല്ല സ്പ്രേ ഒക്കെ അടിച്ചത് നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചേക്കോട്ടെ. അപ്പോൾ എന്താണേലും പറയാമെന്ന് തന്നെയാണ് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നത്. ആ സമയമാണ് ഗീതു ഇങ്ങനെ എന്തൊക്കെയോ പറയണമെന്നുള്ള വിചാരത്തിൽ ഗീതുവും റൂമിലേക്ക് കയറി വരും കേട്ടോ. ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് പറയാം എന്നുള്ള രീതിയിലാണ് ഗീതുവും വരുന്നത്. അപ്പോൾ ഗീതു റൂമിലേക്ക് വന്നു, അയ്യോ ഇതെന്താ ഈ റൂമിൽ ഇത്ര മണം, എന്തോ ഒരു നാറ്റമാണല്ലോ, നിങ്ങളെന്തോ മദ്യപിച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഈ റൂമിലെല്ലാം സ്പ്രേ അടിച്ച് വെച്ചേക്കണത്. എന്നിട്ട് ഗീതു എല്ലായിടത്തും നോക്കുക കേട്ടോ. ഗീതുവിനൊന്നും കിട്ടില്ല. സത്യം പറഞ്ഞു, നിങ്ങൾ എന്താ കഴിച്ചത്, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതിന് മണം വരാതിരിക്കുക റൂമിലെല്ലാം സ്പ്രേ അടിച്ച്, അതും ഇനി വല്ല ന്യൂജൻ മയക്കുമരുന്ന് അങ്ങനെ എന്തെങ്കിലും ആണോ നിങ്ങൾ ഉപയോഗിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഗീതുവിന് ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. ഗോവിന്ദ പറഞ്ഞു, ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഗീതു, ഞാനാണ് ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല, നീ ഒന്നും വിശ്വസിക്കുക. ഇല്ല നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളം പറയുക എന്ന് പറഞ്ഞിട്ട് ഗീതു പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി നിൽക്കട്ടെ. അപ്പം ഗോവിന്ദും പുറകെ ചെല്ലുവാണ്. ഗീതു ഞാൻ ഒന്നും ഉപയോഗിച്ചില്ല, ഞാൻ നിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയാം. ആ നാറ്റം പിടിച്ച റൂമിൽ എങ്ങനെ ഇരിക്കാനാണ്, നിങ്ങൾ എന്തൊക്കെയോ ആ റൂമിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ വന്നതെന്ന് പറയണം. അപ്പം ഗീതുവിനോട് പറയാണ്, അപ്പം എനിക്ക് കുറച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഗീതു പറയാം, എന്താ പറ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നൊക്കെ പറയാം കേട്ടോ. അതൊക്കെ പറയാം, അതെ എനിക്കൊരു കാര്യം പറയട്ടെ, പറ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ പറയാം. ഗീതു ഇങ്ങനെ ഗോവിന്ദനാണ് ഭയങ്കര ടെൻഷൻ. ഗോവിന്ദൻ എന്താ പറയുന്നതെന്ന് പോലും ഗോവിന്ദന് അറിയില്ല കേട്ടോ. ഗോവിന്ദൻ പറയാൻ പഠിച്ചു വെച്ചിരുന്ന വാക്കുകൾ വരെ തെറ്റിപ്പോവാണ്. ഗോവിന്ദൻ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്, എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഇങ്ങനെ ഇങ്ങനെ പറയാൻ തന്നെ ഗോവിന്ദന് കിട്ടുന്നില്ല. അപ്പം ഗീതു ചോദിച്ചു, ഇനി എന്താ പറയാനുള്ള എന്താ തന്നെ എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പം പറയും, അത് നന്ദിയുണ്ട് ഗീതു എന്ന് പറയും. പക്ഷേ എന്തിന് നന്ദി, ഇനി എന്തിനാ എന്നോട് നന്ദി പറയണേ നിൽക്കും, ഇനി എന്തിനാ നന്ദി. അപ്പോൾ പറയും, അതെ നീ അന്ന് പ്രിയയുടെ മോക്ക് വേണ്ടി അന്ന് ഡേറ്റ് കുറിപ്പിച്ചില്ല, അതിന് വേണ്ടിയുള്ള നന്ദിയാന്ന് പറയും. അപ്പോൾ ഇനി എന്തെങ്കിലും വരം തരാനാണോ എന്ന് ഗീതു ചോദിക്കും. അല്ല നീ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ പറയും, ഇതൊക്കെ ഞാനൊരു ദിവസം ചോദിച്ചോളാം, ഇതിനെല്ലാം കൂടി കൂട്ടി ഒരു ദിവസം ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ഗീതുവും പറയുകയാണ്. പിന്നെ അവരുടെ റൂമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഗീതു പറയുന്നുണ്ട്, ഗീതുവിനും ഒരു കാര്യം ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പറയണമെന്ന് പറയുന്നു. അപ്പം ഗോവിന്ദനും പറയാനുണ്ടെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്ന അവരുടെ മനസ്സുകൾ തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോഴത്തേക്കും അവൻ ഗോവിന്ദ് പറയും, ഇതെന്താ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഗീതുവിന് പറയണമെന്നുണ്ട്, പക്ഷേ ഗീതു ഇങ്ങനെ പറയാൻ നിൽക്കും. അപ്പം ഗോവിന്ദ് പറയും, എന്താ പറയാനുള്ളത് പറയാൻ പറയും. അപ്പോഴത്തേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടും കേട്ടോ. എനിക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് ഗീതു പറയും, അപ്പം ഗോവിന്ദും അങ്ങനെ പറയാം. അപ്പോഴത്തേക്കും രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കോർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക എന്താ പറയാനുള്ളതെന്ന്. രണ്ടുപേരും ചോദിക്കും. ഗീതു പറയുന്ന ഗോവിന്ദിനോട് പറയാൻ പറയും, ഗീതുവിനോട് പറയുമ്പോൾ ലാസ്റ്റ് ഗോവിന്ദ് പറയാൻ തുടങ്ങുവാണ്, ഇന്ന് എന്താണേലും വേണ്ടില്ല പറയണം. ഗോവിന്ദ് പറയാൻ തുടങ്ങും, ഗോവിന്ദിന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുക എന്താണേലും ഇന്ന് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ഗീതു വിചാരിക്കുക ഇന്ന് ഞാൻ എന്താണേലും ഇന്ന് മനസ്സ് തുറക്കും, ഇന്ന് എന്താണേലും എനിക്ക് പറയണം. ഗോവിന്ദനേക്കാൾ കൂടുതൽ ധൈര്യത്തിലാണ് ഗീതു ഇന്ന് പറയാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ആ സമയത്താണ് ഡോറിൻ്റെ ഒരു മുട്ട് കേൾക്കുന്നത്. അപ്പോഴത്തേക്കും അവർക്ക് നല്ല ദേഷ്യം വരുന്നത് ആരാണെന്നുള്ള രീതിക്ക്. അപ്പോഴത്തേക്കാണ് ഇത് അയ്യപ്പേട്ടനാണെന്ന് മനസ്സിലാവും. അപ്പോഴത്തേക്കും അവർക്ക് നല്ല ദേഷ്യം. അപ്പോഴത്തേക്കും ഗോവിന്ദ് ഈ മനുഷ്യനെ ഇന്ന് ഞാനെന്നും പറഞ്ഞിട്ട് അവർ ചെന്ന് ഡോറ് തുറക്കോട്ടോ. അപ്പോഴത്തേക്കും അവർ തുറക്കുമ്പോഴത്തേക്കും ഒരു ചാക്ക് മാങ്ങ കൊണ്ടുവന്നിട്ട് ഗീതുവിൻ്റെ കൊടുക്കും. ഗീതു മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഗീതുവിന് മാങ്ങ എടുത്ത് തിന്നും. അപ്പോഴത്തേക്കും അത് ഗോവിന്ദനോട് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചിട്ട് എടുത്ത് കൊടുക്കും. അപ്പം ഗോവിന്ദിക്ക് നീ കടിച്ചത് വേണോ ഞാൻ കഴിക്കാം. അപ്പം പറയും, അടി കൂടണ്ട, ഇതിൽ ഇഷ്ടം പോലെയുണ്ട്, അപ്പുറത്തെ വേറൊരു മാവിന് വില പറഞ്ഞ് ഞാനിങ്ങ് മേടിച്ചു, ഗീതുമോളുടെ ആവശ്യം പോലെ കഴിക്കട്ടെ, കൊതി തീരെ കഴിക്കട്ടെ എന്നൊക്കെ പറയാണ്. ഇവിടെ ഒരു വിശേഷമാകാൻ പോകുമല്ലേ. അപ്പോഴാണ് ഗീതുവിന് ക്ലിക്ക് ചെയ്യുന്നത്. ഗോവിന്ദനാണ് ഒന്നും മനസ്സിലാവുന്നില്ല. അന്നേരപ്പോഴാണ് ഇങ്ങനെ വിശേഷമുണ്ട് എന്നുള്ള കാര്യമൊക്കെ അങ്ങനത്തെ അത് വിചാരിച്ചാണ് ഇങ്ങനെ മാങ്ങ കൊണ്ടുവന്നതെന്നൊക്കെ വിചാരിക്കുന്നത്. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. അതേ സമയമാണെങ്കിൽ അയ്യപ്പേട്ടനും നിങ്ങൾ ആവശ്യം പോലെ മാങ്ങ കഴിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പദാസ് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്താണ് രാധിക ഇങ്ങനെ നോക്കി ദേഷ്യപ്പെട്ട് ഇതിൻ്റെ എല്ലാം അവിടെ ഒരു സംസാരമെന്ന് നിങ്ങൾ പറയും, അതേ കുഞ്ഞിന് മാങ്ങ കഴിക്കാൻ തോന്നി, അതുകൊണ്ടൊരു കൊതിയല്ലേ, നമ്മൾ വേണ്ട ഇതൊക്കെ സാധിച്ചു കൊടുക്കുക, അതുകൊണ്ട് ഞാനൊരു
ഒരു ചാക്ക് മാങ്ങ തന്നെ ഇങ്ങ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുക. അപ്പോഴത്തേക്കും ജാതിക്ക് ദേഷ്യം വരും. ജാതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോകുക, ഞാൻ ചെയ്തത് ശരിയല്ലേ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പദാസ് അങ്ങ് പോവുക. അപ്പോഴത്തേക്ക് അവൾക്ക് വിശേഷം എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജാതി ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് കലിപ്പിൽ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം പിന്നെ ഗീതുവും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നീ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു തീർത്ത് ഗോവിന്ദേട്ടനല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു അപ്പം പറയും, നീയല്ലേ അച്ചാർ ഇടണമെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞ് നടന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ആൾക്കാർ വേറെ ഇനി ചിന്തിച്ചതെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അപ്പം പറയും, എനിക്ക് വിശേഷമുണ്ടെന്ന് നിങ്ങളെ എല്ലാവരോടും പറഞ്ഞു നടന്നതെന്ന് പറഞ്ഞിട്ട് ഗീതു ഗോവിന്ദൻ്റെ നേരെ ഇങ്ങനെ ഒച്ചയെടുക്കും കേട്ടോ. അപ്പോൾ പറയും, വിശേഷാൽ അച്ചാർ ഇടണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറെ ഒന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഗീതുവും ഗോവിന്ദും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടി കൂടുകയാണ്. ഗീതു ദേഷ്യപ്പെട്ട് കയറി കിടക്കും കേട്ടോ തലമൂടി. അപ്പോഴത്തേക്കും എന്നിട്ട് പറയും, ഈ മനുഷ്യൻ വൃത്തികെട്ട മനുഷ്യൻ, സ്വന്തം ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാക്കാൻ നടക്കുന്ന ഭർത്താവ് എന്ന് പറഞ്ഞിട്ടാണ് ഗീതു കയറി കിടക്കുന്നത്. എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കും, അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയല്ലേ, ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് ഗോവിന്ദ് ആ കിളി പോയി ഇങ്ങനെ കട്ടിലിൻ്റെ താഴെ ഇരിക്കും കേട്ടോ. അതേ ഗീതു, എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്നാ എന്ന് ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്. അല്ല ഒന്നുമില്ല നീ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കാനായിട്ട് തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം രാധിക ഫോൺ വിളിക്കുക വരുണിനെ. അപ്പോഴത്തേക്കും വരുണാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സുവർണയും വരുണിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ഫോൺ എടുക്കുവാണ് വരുൺ. എന്നിട്ട് പറയും, അപ്പോൾ സുവർണ ഇങ്ങനെ കൈകൊണ്ട് വേണമെങ്കിൽ സ്പീക്കറിൽ ഇടാൻ പറയും. അപ്പോൾ പറയും, നീ ഇങ്ങനെ നടന്നു, ഇവിടെയാണെങ്കിൽ ഗീതുവിന് വിശേഷമാകാൻ പോവുക, ഈ ഏഷ്യൻ ഗ്രൂപ്പിൻ്റെ സ്വത്ത് മൊത്തം അവരൊരു കുടുംബമാകുക, പിന്നെ നമ്മൾ പുറത്താകും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ രാധിക പറയുവാണ്. അപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കണമെന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.